ഇപ്പോൾ ഈ 2026 ജൂൺ മാസം 1-ാം തീയതിയാണ് വ്യാഴത്തിന്റെ മാറ്റം വരുന്നത്. ഈ വർഷത്തെ മാറ്റാണ്. അപ്പോൾ ഒരേ വർഷം കൂടുമ്പോഴാണ് വ്യാഴത്തിന്റെ മാറ്റം വരാറ്. കഴിഞ്ഞൊരു വർഷം നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ മാറിയിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ജൂൺ 1-ാം തീയതിയാണ് ഇടവ മാസം 18-ാം തീയതി 2201 ആണ്ട് ഇടവത്തില് 18-ാം തീയതിയാണ് മാറുന്നത്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഈ ഒരു വർഷമായിട്ട് ഇപ്പോ ജനുവരി മുതലൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. 2-ലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. ഇപ്പോ ജൂൺ 1-ാം തീയതി മുതല് അവർക്ക് 3-ലേക്കാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുന്നത് ഏറ്റവും ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്കാണ്. പക്ഷെ ഉച്ചരാശിയായ കർക്കിടക രാശി അത് ഇടവൻ രാശിക്കാർക്ക് 3-ാം ഭാവമാണ് വരുന്നത്. ഭാവം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മനസ്സ് വ്യാഴം 3-ൽ നിന്നാൽ മനസ്സ് ആലില പോലെ വരുന്നാണ് പറയാം. അപ്പൊ എപ്പോഴും ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോകേണ്ട ഒരു കാര്യത്തിന് 3-4 പ്രാവശ്യം പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ഈ രാശിക്കൂറുകാർക്ക് വരുന്നതാണ്. കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയും മകേരത്തിന്റെ അരഭാഗവുമാണ് ഇടവക്കൂറിൽ വരുന്നത്. അപ്പൊ ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് 2-3 പ്രാവശ്യമായിട്ട് പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ വരിക.